ആയല്ലോ. ആ ദാണ്ട് പോണ് സിനിമ കാണാൻ. ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു. നീ മൈൻഡ് ചെയ്യണ്ട. എടാ സിനിമാടാ, എന്റെ ദൈവമേ, ഒന്നും വാടാ, ഒരു ചായ കുടിച്ചും പോടാവേ. വിളിച്ചത് കേട്ടോ. നമ്മള് സിനിമാക്കാരി ലോക്കൽ ചായക്കടയിലേക്ക് കയറണോ? വാളാവി ആരോണിക്കണ്ട. ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഒരു സിനിമാടം വരുമ്പോഴാണ് ട്രെയിൻ ഓടിച്ചു കളിക്കണേ. സിനിമയിൽ പോയിട്ട് എന്നാ കിട്ടി? അവര് വല്ലതും തന്നായിരുന്നോ? ആ തന്നായിരുന്നു. നല്ല ചൂടുണ്ട്, വാ വേഗാതെ കുടിക്കണം. ചായ കൊച്ചി ഈ സിനിമയിൽ കെട്ടിപ്പിടുത്ത ഉമ്മോക്കലും ഒക്കെ ഒറിജിനൽ എന്ന് പറയാൻ ശരിയാണ്? അതൊക്കെ ക്യാമറയുടെ ട്രിക്കാന്നേ. അല്ലേ, ട്രിക്കല്ലേ? എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നുന്നവന്മാരെ ലാത്തി അടിക്കുക, അത് ഒറിജിനൽ എന്നും പറഞ്ഞു. ഇത് ഫിലിം ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടുള്ള സംഭവം. രതീഷ് എഴുന്നേക്ക്. രതീഷ് ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ് ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്നുറങ്ങണത്. എണീറ്റ്. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണോ അല്ലേ? ഈ കളിയിൽ ബാക്കി എല്ലാവരും ക്ഷത്രിയന്മാര്, രാജാവ് മാത്രം ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. വർഗീയവാദി, ഡെമോക്രാറ്റിക് റാസ്കൽ. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടുമോ? ഓ മടുത്തൂന്ന്. ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യാണ്ടായി. നിനക്ക് വല്ല പ്രാന്തന്റെ ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മുഖത്തിന് ചേർന്ന് പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മനുഷ്യര് പുറത്തിറങ്ങി നടക്കാൻ മേല. അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റി കൊടുത്ത് അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. ഇതിനി മാറ്റേണ്ടി വരൂ.